Now the next topic is composition of functions and invertible functions. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കോമ്പോസിറ്റ് ഫങ്ഷൻസിനെ കുറിച്ചും ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസിനെ കുറിച്ചുമാണ്. സോ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ. സോ ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി ടു ഫങ്ഷൻസ്. നമ്മൾ കോമ്പോസിഷൻ്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി ടു ഫങ്ഷൻസ്. ഓക്കെ, വി ഹാവ് three sets like A, the another one is B and another one is C. Okay, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്, ആൻഡ് ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. B2 functions. Then the composition of F and G. അങ്ങനെയാണെങ്കിൽ ഈ എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷൻ is denoted by what? GOF is denoted by G composite F എന്ന് വായിക്കും കേട്ടോ. G ഒരു സ്മോൾ ലെറ്റർ O അങ്ങനെ ഇട്ടിട്ട് F. So that is called as GOF or G composition F. Is denoted by G composition of F is defined as GOF will be a function from A to C. എയിൽ നിന്ന് സിയിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ അതായിരിക്കും ആരെ എന്ന് പറയുന്നത്? GOF എന്ന് പറയുന്നത്. And it is given by G composition f of x is equal to G of f of x for all x belongs to A. Okay, ഇതിൻ്റെ പ്രോബ്ലം വൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. എയിലെ ഒരു എലമെൻ്റ് ആണ് എക്സ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ബിയിൽ ഉണ്ടായിരിക്കുമല്ലോ അണ്ടർ ദി ഫംഗ്ഷൻ എഫ്. അപ്പോൾ ആ ഇമേജ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തൂടെ? ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ ബി എന്ന സെറ്റിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ് ജി. സോ ബിയിലെ ഒരു എലമെൻ്റ് ആണ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് സിയിൽ ഉണ്ടാകും. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തുന്നത് നമ്മൾ, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ എക്സും എയും സിയും തമ്മിൽ, അതായത് ഒരു എക്സ് എയിലുണ്ടെങ്കിൽ അവിടെ ഒരു ജി ഓഫ് എഫ് ഓഫ് എക്സ് വരുന്നുണ്ട്. അതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും മനസ്സിലാക്കുക. എഫ് ഒ ജി ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എഫ് ഓഫ് ജി ഓഫ് എക്സ്. സിമിലർലി ജി ഒ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. സിമിലർലി എഫ് കോമ്പോസിഷൻ ജി ആണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത്. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. സോ വി വിൽ മൂവ് ടു ദി പ്രോബ്ലംസ്. First question is, find G composition F and F composition G if f of x is 2x plus 5 and G of f is 3x plus 8. We have given two functions, one is 2x f of x and another one is g of x, and we want to find like G composition F. ഓക്കെ, അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. It is g of f of x. Now g of what is f of x? It is given like 2x plus 5. So g of 2x plus 5. നോക്ക് മക്കളെ, g of x 3x plus 8 ആണ്. നമ്മൾക്ക് g of 1 കാണണമെങ്കിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും അല്ലേ? ലൈക്ക് ശ്രദ്ധിക്കാം, g of 1 കാണണമെങ്കിൽ നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ കാണാറും. ജി ഓഫ് 10 കാണണമെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 10 കൊടുക്കും അല്ലേ? നമുക്കിവിടെ ജി ഓഫ് 2x plus 5 ആണ് കാണേണ്ടത്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുക്കണം? 2x plus 5നെ. അതായത് ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിൽ എക്സ് കാണുന്നവിടത്ത് ഈ ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു. സോ ജി ഓഫ് എക്സ് ഈസ് 3x plus 8. സോ 3 ഇൻറ്റു എക്സ് കാണുന്നവിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുക്കണം. 2x plus 5 plus 8. Now just expanding the bracket and simplifying. 3 into 2x is 6x plus 15 plus 8. That will be like 6x plus 23. So this is the answer, G of f of x. Now let's see what is f of g of x. Okay, what is f of g of x? അല്ലെങ്കിൽ f composite g of x എന്താണെന്ന് നോക്കാം. By definition we know that if it is f of g of x. Now f of what is g of x? What is g of x? That is 3x plus 8.
3x plus 8. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് ആണ് കാണേണ്ടത് അല്ലേ. സോ എഫ് ഓഫ് എക്സിൽ എക്സ് കാണുന്നിടത്ത് നമ്മൾ ആരെ കൊടുക്കുന്നു? 3x plus 8 കൊടുക്കുന്നു. വാട്ട് വാസ് എഫ് ഓഫ് എക്സ്? 2x plus 5 അല്ലേ. സോ 2 into 3x plus 8 plus 5 and we will get 6x plus 8 into 16 plus 5, that will be 6x plus 21. So we get like g of f of x as 6x plus 23 and f of g of x as 6x plus 21. So ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. എന്താണ്? f of g of x, that is f composition g of x is not equal to g composition f of x. This is very very important. ചിലപ്പോൾ നിങ്ങളോട് പറയും ഷോ ദാറ്റ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. കോമ്പോസിഷൻ ഫംഗ്ഷനിലെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിരിക്കും. ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x plus 5 and g of x is equal to 10x plus 2. Now let's see what is f composition g of x. By definition we know that if it is f of g of x and f of g of x is 10x plus 12. Now f of x x കാണുന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു. f of x is 3x plus 5. അവിടെ x കാണുന്നിടത്ത് നമ്മൾ 10x plus 12 കൊടുത്തു plus 5. It will be like 30x plus 36 plus 5 അല്ലേ. So 30x plus 41. This will be our answer. Now we want to find g composition f of x. From definition we can write it as g of f of x, and it is g of what is f of x? You know that it is 3x plus 5 because it is given in the question. Now g of x il x കാണുന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു. g of x ഇതാണ് 10 into x കാണുന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുക്കണം. 3x plus 5 plus 12. So we will get it as 30x plus 50 plus 12. So it will be like 30x plus 62. Okay, we have got both the answers, and it's once again it is proving that f composition g of x is not is equal to g composition f of x. Moving to the next question. Here the question is, this is a previous question. Okay, this is once asked in your board examinations. Question is f of x is equal to cos x, g of x is equal to 3x square. Show that f composition g not equal to g composition f. Yes, within seconds you can answer this. Okay, ആദ്യം നമുക്ക് എന്ത് കാണണം? f composition g of x. From the definition it is f of g of x. Okay, that is f of what is g of x? That is 3x square. Now f of x ലെ x കാണുന്നിടത്ത് ഇതിനെ കൊടുക്കാം. ഇതാണ് f of x അല്ലേ. സോ cos x കാണുന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു 3x square. ഇത് കിട്ടി, കോസ് 3x സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ലല്ലോ അല്ലേ. എക്സ് കാണുന്നിടത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ അടുത്തതായിട്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കാണണം. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? ദാറ്റ് ഈസ് കോസ് എക്സ് അല്ലേ. അപ്പോൾ ജി ഓഫ് എക്സിലെ എക്സ് കാണുന്നിടത്ത് കോസ് എക്സ് കൊടുക്കണം. ഇതാണ് ജി ഓഫ് എക്സ്. 3 ഇൻറ്റു എക്സ് കാണുന്നിടത്ത് കോസ് എക്സ്. കഴിഞ്ഞോ? ഇല്ല, ഒരു സ്ക്വയർ കൂടെ ഉണ്ട് അല്ലേ. 3x സ്ക്വയറാണ്. സോ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 3 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ദ ആൻസേഴ്സ്. സോ ഒ ജി നോട്ട് ഇസ് ഈക്വൽ ടു ജി ഓഫ് അല്ലേ. ഇവിടെ കോസ് 3x സ്ക്വയർ ആണ്, ഇവിടെ 3 കോസ് സ്ക്വയർ എക്സ് ആണ്. They are not equals, hence it is proved. Now moving to the next question. F of x equal to 8x cube, g of x is equal to x raised to 1 by 3. This question is very very important one. This question is very very important question. ഒരുപാട് തവണ മുൻപ് ചോദിച്ച ഒരു ചോദ്യമാണിത്. Okay, so we want to find f composition g of x. F composition g of x. We know from the definition it is f of g of x. So you will get it as f of x raised to 1
1/3. So f of x x കാണുന്നിടത്ത് ഈ ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു. f of x ഇതാണ് 8 into x കാണുന്നിടത്ത് x raised to 1/3 കൊടുത്തു. പിന്നെ പുറമെ ആരും ഉണ്ട്, ഒരു all raised to 3 കൂടെ ഉണ്ട്. So it will be like 8 x raised to 3/3, that is x raised to 1, which is x, 8x. Now you want to find G composition f of x. G composition f of x, that will be like G of f of x. It will be like G of, what is f of x? 8x cube, 8x cube. So G of x x കാണുന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു. G of x is x raised to 1/3. അവിടെ എന്ത് കാണണം? x ന് പകരം 8x ക്യൂബിനെ കൊടുക്കണം അല്ലേ? 8x cube all raised to 1/3. So 8 raised to 1/3, that is cube root of 8, that is 2, and x raised to x cube all raised to 1/3 will be x. So we will get it as 2x. So 8x 2x. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് കോമ്പോസിഷൻ എന്ന ഭാഗത്ത് നിന്ന് സാധാരണയായിട്ട് ചോദിക്കാറ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കുറച്ച് പ്രോബ്ലംസ് കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്, ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ആ രണ്ട് ഐഡിയ മനസ്സിലുണ്ടാകണം. പിന്നെ ഏത് ഫംഗ്ഷനാണോ തരുന്നത് അതിനനുസരിച്ച് സോൾവ് ചെയ്യുന്നു. Our next topic is invertible function. So what do you mean by inverse of a function? Okay, ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് അറ്റ് ദി ഡെഫിനിഷൻ. A function f from x to y is defined to be invertible if there exists a function g from y to x. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ കുറച്ച് കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. സച്ച് ദാറ്റ് g composition f is equal to ix. ix is the identity element x and f composition g is equal to iy. Okay, so g composition f എടുക്കുമ്പോൾ ix ഉം കിട്ടണം, f composition g കിട്ടുമ്പോൾ iy ഉം കിട്ടണം. Then g is called the inverse of f and it is denoted by f inverse. f raised to -1 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. f inverse അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കുക. f എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്ക് അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ആ ഫംഗ്ഷനെ ഇൻവേർട്ടിബിൾ എന്ന് പറയണമെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കണം? ദാർ എക്സിസ്റ്റ് അനദർ ഫംഗ്ഷൻ ജി. അവിടെ മറ്റൊരു ഫംഗ്ഷൻ ജി ഉണ്ടായിരിക്കണം. എവിടുന്ന് എങ്ങോട്ട്? വൈന്ന് എക്സിലേക്ക്. സോ ജി എന്ന് എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്ക്, ആൻഡ് ജി എന്ന് പറയുന്നത് ആ വൈയിൽ നിന്ന് റിട്ടേൺ എക്സിലേക്ക്. സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഐ എക്സും എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐ വൈയും ആയിരിക്കണം. ദിസ് ഈസ് ദ കണ്ടീഷൻ. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ ജി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എക്സ്, ഇൻവേഴ്സ് ഓഫ് എഫ് ഡിനോട്ടഡ് ബൈ എഫ് ഇൻവേഴ്സ്. ശ്രദ്ധിക്കുക, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 2y. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് y ഇസ് ഈക്വൽ ടു x/2 എന്ന് എഴുതാം അല്ലേ? ഇത്രയേ ഉള്ളൂ സിംപ്ലി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. പ്ലസ് കുറച്ച് കണ്ടീഷൻസ് കൂടെ വരുന്നുണ്ട് എന്ന് മാത്രം. അതായത് എക്സ് 2y ആണ്, ആ 2നെ എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ y ഇസ് ഈക്വൽ ടു x/2 അല്ലേ? അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് സിമ്പിൾ. സോ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ ജനറലായിട്ട് നമുക്ക് ഇൻവേഴ്സ് പറയാം. സോ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് ഇയാൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. സോ അത് മാത്രമാണ് സിമ്പിൾ കോൺസെപ്റ്റ്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. യെസ്, എഫ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ബൈജക്റ്റീവ്. ഓക്കെ, ബൈജക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെങ്കിൽ അതിനെ നമുക്ക് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അത് തിരിച്ചും പറയാം. ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 1 1 ആൻഡ് ഓൺ 2. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് കണ്ടീഷൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ യു ഷുഡ് ഡു ദാറ്റ്, ഫൈൻഡ് വെദർ ഇറ്റ് ഓർ ചെക്ക് വെദർ ഇറ്റ് ഈസ് 1 1 ആൻഡ് ഓൺ 2. ദെൻ ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. സോ വി ആർ മൂവിങ് ടു ദി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കൺസിഡർ എഫ് ഫ്രം ആർ ടു ആർ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3
and we have to show that f is invertible. f invertible ആണ് എന്ന് ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് f11 ഉം on 2 ആണോ എന്ന് തെളിയിക്കണം, എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. f is invertible if and only if f is 1 and on 2. അപ്പോൾ ശ്രദ്ധിക്കുക, f of x is 4x plus 3. നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് f of x1 equal to f of x2 for any x1 and x2. Now 4x1 plus 3 which is equal to 4x2 plus 3. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Both 3's will get cancelled. 4x1 is equal to 4x2 and x1 equal to x2 അല്ലേ. x1 equal to x2 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ f of x1 equal to f of x2 എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് x1 equal to x2 എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ. സിമിലർലി നമ്മൾ എന്തെടുക്കുന്നു, ലെറ്റ് y belongs to r. രണ്ടാമത്തെ സെറ്റ് ഇവിടെ രണ്ടും r ആണ്. സോ y belongs to r എന്നെടുത്തു and y is equal to f of x അല്ലെങ്കിൽ f of x is equal to y. That is 4x plus 3 equal to y. 4x is equal to y minus 3 and x is equal to y minus 3 by 4. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഒരു y f of x, ഒരു y ആർന്ന് എടുത്തപ്പോൾ കറസ്പോണ്ടിങ് ഒരു x കിട്ടി y മൈനസ് 3/4. ഇത് എന്തായാലും എവിടെ ഉണ്ടായിരിക്കും, ആറിൽ ഉണ്ടായിരിക്കും അല്ലേ. ഈ x എന്ന് പറയുന്നത് ഷുവർലി ഏത് നമ്പർ കൊടുത്താലും ദാറ്റ് വിൽ ബി എ റിയൽ നമ്പർ. സോ നമുക്കത് ആറിൽ ഉണ്ടായിരിക്കും എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഓൺ 2. അതുകൊണ്ട് എന്ത് പറയാം, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ് on 2 ആണ്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് 1 and on 2 we will call it as a bijective function. If f is invertible if and only if it is bijective. അപ്പോൾ എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടിയല്ലോ. കാരണം എന്താ, എഫ് ബൈജക്റ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് കാണണം, ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. ആ ഇൻവേഴ്സ് എങ്ങനെ കണ്ടെത്തും നോക്കണം. വളരെ സിമ്പിളാണ്. എഫ് ഇൻവേഴ്സ് കാണാൻ പ്രത്യേകിച്ച് ഇനി കൂടുതലായിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എഫ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ y മൈനസ് 3/4 ആണല്ലോ. ആ y മാറ്റി ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് എക്സ്. സോ ദിസ് ഈസ് ദ ഇൻവേഴ്സ് x മൈനസ് 3/4. ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് x ഈക്വൽ ടു y മൈനസ് 3/4 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിൽ ആ y മാറ്റി ആരെ കൊടുക്കുന്നു, x കൊടുക്കുന്നു. സോ യു വിൽ ഗെറ്റ് x മൈനസ് 3/4 ആസ് ദി ആൻസർ ആൻഡ് ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് അവർ ഫംഗ്ഷൻ. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവേഴ്സ് കിട്ടിയില്ലേ. ഇനി നിങ്ങൾ ജസ്റ്റ് ലുക്ക് അറ്റ് ദി പ്രോബ്ലം. ഇൻവേഴ്സ് ഏതിൻ്റെ ആയിരുന്നു കണ്ടിരുന്നത്, 4x plus 3ൻ്റെ അല്ലേ. 4x plus 3ൻ്റെ അതിൻ്റെ തന്നെ നമുക്ക് വളരെ സിമ്പിളായി കാണാൻ പറ്റും. നമുക്കിപ്പോൾ എന്താ കിട്ടിയത് ഇൻവേഴ്സ്, ദാറ്റ് ഈസ് ലൈക്ക് x മൈനസ് 3/4 അല്ലേ. ആദ്യം എന്ത് ചെയ്തു, ഈ +3 പോകാൻ വേണ്ടി -3 കൊടുത്തു, ഇൻറ്റു 4 പോകാൻ വേണ്ടി /4 കൊടുത്തു. അതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു y ഈക്വൽ ടു 2x ആണെങ്കിൽ x ഈക്വൽ ടു y/2 എന്ന രീതിയിൽ. അപ്പോൾ ഏത് ഓപ്പറേഷൻ ആണോ കൊടുക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടായിരിക്കും. അതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്ന സിമ്പിൾ കൺസെപ്റ്റ്. സോ ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. നൗ വി ആർ ഗോയിങ് ടു അനദർ പ്രോബ്ലം. എ ഫംഗ്ഷൻ f ഫ്രം r+ ഈസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ടു ക്ലോസ്ഡ് ഫോർ ഇൻഫിനിറ്റി. അപ്പോൾ ആ ഡൊമൈനും റേഞ്ചും ഒക്കെ ഡൊമൈനും കോഡൊമൈനും ഒക്കെ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ആൻഡ് f of x is equal to x² plus 4. ഫൈൻഡ് f inverse. നിങ്ങൾക്ക് f inverse ആണ് കാണേണ്ടത്. വി ഹാവ് f of x is equal to x² plus 4. ആദ്യം 1 ആണോ on 2 ആണോ എന്ന് തെളിയിക്കണം അല്ലേ. സോ നമ്മൾ ആദ്യം എന്തെടുക്കുന്നു, f of x1 is equal to f of x2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, x1² plus 4 is equal to x2² plus 4. Both 4's will get cancelled and you will get x1² is equal to x2². While bringing the x2² to left side you will get x1² minus x2² which is equal to 0 അല്ലേ. ഇത് a minus b whole square എന്ന ഫോമിലാണല്ലോ അല്ലേ. This is in the form of a minus b whole square. So നമുക്ക് എന്ത് പറയാം, a plus b into a minus b. That will be like x1 plus x2 into x1 minus x2 equal to 0 അല്ലേ. നോക്ക്, ഇവിടെ x1 plus x2 ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് 0 കിട്ടുമോ? കാരണം എന്താണ്, റിയൽ നമ്പേഴ്സിൽ നിന്നാണ് പോകുന്നത്. സോ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും 0 കിട്ടില്ല. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. സോ വി വിൽ കൺസിഡർ x1 minus x2 equal to 0 and we will get x1 is equal to x2. അപ്പോൾ f of x1 equal to f of x2 എന്ന് എടുത്തപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, x1 equal to x2. So it is 1. Now moving to the next condition, let y belongs to second set, that is for infinity.
y എന്ന് പറയുന്നത് ഫോർ ഇൻഫിനിറ്റിത്തെ ഒരു എലമെൻ്റ് ആണെന്ന് എടുത്തു. നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുന്നു. നമുക്ക് കറസ്പോണ്ടിങ് ഒരു എക്സ് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ ഫംഗ്ഷൻ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു വൈ ആൻഡ് എക്സ് സ്ക്വയർ വിൽ ബി വൈ മൈനസ് 4 ആൻഡ് എക്സ് വിൽ ബി റൂട്ട് ഓഫ് വൈ മൈനസ് 4. എക്സ് എന്ന് പറയുന്നത് റൂട്ട് വൈ മൈനസ് 4 ആണ്. ദിസ് വിൽ ബിലോങ്സ് ടു ആർ പ്ലസ്. ഇത് എന്ത് തന്നെ ആയാലും പോസിറ്റീവ് റിയൽ നമ്പറിൽ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ എക്സ് എന്ന് പറയുന്നത് അതായത് വൈക്ക് ഇതിനടുത്ത് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 4 കൊടുത്തു നോക്കുക 4 മൈനസ് 4 പോസിറ്റീവ് അതായത് 0 എന്ന് കിട്ടും. ദാറ്റ് ബിലോങ്സ് ടു ആർ പ്ലസ്. നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് 5 കൊടുത്താൽ 5 മൈനസ് 4 റൂട്ട് 1 ദാറ്റ് ഓൾസോ ബിലോങ്സ് ടു ആർ പ്ലസ്. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഒരു എക്സ് കിട്ടി. സോ ദിസ് ഈസ് ഓൺ ടു. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. സോ ദ ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. സോ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. അപ്പോൾ എന്താണത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല. എക്സ് കിട്ടിയതിൽ ഈ y മാറ്റി ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് എക്സ് മൈനസ് 4. ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് 4. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? പറയുമ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളൂ കേട്ടോ. സോ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. 1 1ഉം 1 2ഉം കാണാൻ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് അത് കുറച്ച് സ്പീഡായി പോയത്. ഇവിടെ ഇൻവേഴ്സിൻ്റെ പോർഷൻ മാത്രമാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് കാണാൻ ലാസ്റ്റ് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു സെഷനിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് എന്താണോ കിട്ടിയത് y മാറ്റി എക്സ് ആക്കി കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ്. സോ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. Question is f of x is equal to 4x plus 3 by 6x minus 4x not equal to 2 by 3. Show that f composition f of x is equal to x എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. സോ എക്സ് ഐ മീൻ ഐ എക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എക്സ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ലൈക്ക് നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് കണ്ടിരുന്നത് അല്ലേ. നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടിരുന്നപ്പോൾ നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതിയിരുന്നു. സിമിലർലി എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നു. So it will be like f of, what is f of x? That is 4x plus 3 by 6x minus 4. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഇവിടെ നമുക്ക് കാണുന്നത് എഫ് ഓഫ് ഇതാണ് ആണല്ലോ. സോ എഫ് ഓഫ് എക്സിൽ എക്സ് കാണുന്നിടത്തെല്ലാം ഉള്ളിലുള്ള ഇയാളെ കൊടുക്കുന്നു. സോ എഫ് ഓഫ് എക്സ് അവിടെ ഉണ്ട്. 4 ഇൻറ്റു എക്സ് കാണുന്നിടത്ത് ഇയാളെ കൊടുക്കണം. 4x plus 3 by 6x minus 4 plus 3 divided by 6 into എക്സ് കാണുന്നിടത്ത് ഇയാളെ കൊടുക്കണം. 4x plus 3 by 6x minus 4 മൈനസ് 4 ഇങ്ങനെ വരും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോ ഈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16x plus 12 plus 18x minus 12 4 into 3 ഓക്കെ ഡിവൈഡഡ് ബൈ 6x minus 4. സിമ്പിൾ സ്റ്റെപ്പാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. മൈനസ് ഡിനോമിനേറ്ററിൽ 24x plus 18 മൈനസ് 24x plus 16 ഡിവൈഡഡ് ബൈ 6x minus 4. ഇത് രണ്ടും ക്യാൻസൽ ആവും. ബാക്കി 16x plus 18x will be 34x plus 12 minus 12 will get cancelled divided by 24x and minus 24 it will get cancelled. 18 plus 16 is 34. So you will get the answer x. സോ നിങ്ങൾക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എക്സ് കിട്ടി. സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എഫ് ഓഫ് എക്സ് ആണ് കണ്ടിരുന്നത്. സോ എഫ് ഓഫ് ഇത്. സോ എഫ് ഓഫ് ഇതെന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഉള്ളിലുള്ള ആളെ കൊടുക്കുന്നു. സോ 4 ഇൻറ്റു എക്സ് വന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുത്തു പ്ലസ് 3. 6 ഇൻറ്റു എക്സ് വന്നിടത്ത് ഉള്ളിലുള്ള ആളെ കൊടുത്തു മൈനസ് 4. സോ ബാക്കി സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി എക്സ് എന്ന് കിട്ടും. സോ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യം ദാറ്റ് ഈസ് ലൈക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഐ എക്സ് ഐഡൻറ്റിറ്റി എക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഐ എക്സ് അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഐ വൈ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ജി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് ഐ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്
itself will be in its inverse. വളരെ ക്വസ്റ്റ്യനിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ തന്നെയായിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 4x + 3/6x - 4. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.